സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരാഹാരമിരിക്കുന്ന LP സ്കൂൾ ടീച്ചേഴ്സ് ഉദ്യോഗാർത്ഥികളോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധം ശക്തം. സമരം 33-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഉദ്യോഗാർത്ഥികൾ കൂട്ടനിരാഹാരം തുടരുന്നു. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് മാർച്ച് നടക്കും. സമരപന്തലിന് മുന്നിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്താണ് ചേരുന്നത്. പ്രശാന്ത്, ഇത് വലിയൊരു പ്രതിഷേധമായി മാറുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 33-ാം ദിവസത്തിലേക്ക് സമരം കടക്കുമ്പോഴും ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഈ ഉദ്യോഗാർത്ഥികളുടെ വികാരം മനസ്സിലാക്കുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണല്ലോ. യുവമോർച്ച ഈ വിഷയം നേരത്തെ തന്നെ ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം കേരളത്തിലെ എല്ലാ കളക്ടറേറ്റിലേക്കും യുവമോർച്ചയുടെ മാർച്ച് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് മാർച്ച് എപ്പോഴാണ്? ഗൗതം, രാവിലെ 11 മണിയോടുകൂടി തന്നെ യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിക്കും. LP സ്കൂൾ ടീച്ചേഴ്സ് സമരമിരിക്കുന്നു. അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സമരമുഖത്തേക്ക് യുവമോർച്ച കടക്കുന്നത്. സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചിലേക്ക് കടക്കുന്നത് 33-ാം ദിവസമാണ്. ഞാൻ നിൽക്കുന്നത് ഈ സമരസ്ഥലത്ത് തന്നെയാണ്. നമുക്കറിയാം 33 ദിവസം പിന്നിടുകയാണ് ഈ സമരം. അതോടൊപ്പം തന്നെ ഒരു നിരാഹാര സമരവും കൂടിയുണ്ട്. നിരാഹാര സമരം 9-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇങ്ങനെ ഇത്തരം സമരമുറകൾ കടക്കുമ്പോൾ അതിനിടയിൽ മണ്ണുവാരത്തിനും മറ്റു രീതിയിൽ പല രീതിയിലൊക്കെ ഇവർ പ്രതിഷേധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് കൂട്ട ഉപവാസം, എല്ലാവരും ഇവിടെ തന്നെ കൂട്ടമായി ഉപവസിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നു. കൂട്ട നിരാഹാര സമരത്തിലേക്ക് എത്തുന്നു. ഇത്തരം സമരത്തിലേക്ക് എത്തുമ്പോൾ പോലും സർക്കാർ കണ്ണു തുറക്കുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇവർക്കത് അനുകൂലമായ യാതൊരു സമീപനങ്ങളോ നടപടികളോ ഒന്നും ഉണ്ടാകുന്നില്ല. വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. കാരണം അടിസ്ഥാന ആവശ്യങ്ങൾ അല്ലെങ്കിൽ ന്യായമായ ആവശ്യം, ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഉദ്യോഗാർത്ഥികൾ സമരമിരിക്കുന്നത്. ആ സമരമിരിക്കുന്നവരെ കണ്ടില്ല എന്ന് നടിക്കുന്നൊരു സമീപനമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. 33 ദിവസമാണ് പിന്നിടുന്നത്. ഈ 33 ദിവസം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതികൂലമായ കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് കാറ്റും മഴയും വെയിലും എല്ലാം ഏറ്റുകൊണ്ട് ഇവർ സമരത്തിൽ നിൽക്കുമ്പോൾ പോലും സർക്കാർ കണ്ണു തുറക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലെ സമാനമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഈ സമരമുഖത്തെത്തുകയും അവർക്ക് പിന്തുണ അർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ ഇതിലെല്ലാം പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ VD സതീശൻ മുഖ്യമന്ത്രിയെ അധികാരമേറ്റെടുത്തിരിക്കുന്നു. അധികാരമേറ്റതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തൊട്ട് മുന്നിലായിട്ടാണ് ഇവർ സമരമിരിക്കുന്നത്. 33 ദിവസം പിന്നിടുകയാണ്. ഇപ്പോഴും യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല. നിങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച ഒരു സമീപനം തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അതെ, ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വന്ന ഉദ്യോഗാർത്ഥികളാണ്. ഞങ്ങളുടെ ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടിത്തരുക, അതുപോലെ 1:25 ആക്കി തീർക്കുക, അതൊക്കെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഒരു 1.5 വർഷം ഏകദേശം പൂർത്തിയാവാനായി. ഇനി 1.5 വർഷം കൂടി ഞങ്ങളുടെ ലിസ്റ്റ് ബാക്കിയുള്ളൂ. അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ. കൂട്ട ഉപവാസത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലേ? അതെ, ഇങ്ങനെയാണെങ്കിൽ എല്ലാവരും ഉപവാസത്തിലോട്ടാണ് നടക്കുന്നത്. അതാണ് ഗൗതം, ഇത്രയും ദിവസം പിന്നിടുകയാണ്. യാതൊരുവിധ നടപടികളും യാതൊരുവിധ സമീപനങ്ങളൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഈ ഉദ്യോഗാർത്ഥികൾ തന്നെ നമുക്കറിയാം ഇവിടെ ഇരുന്നും കിടന്നും എല്ലാം പ്രതിഷേധിക്കുകയാണ്. കാരണം അവരുടെ ഒരു ന്യായമായ ആവശ്യമാണ്. അതിന് സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നതോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ഈ തെരുവിൽ വന്ന് ഈ സമരമിരിക്കേണ്ട അല്ലെങ്കിൽ ഉപവസിക്കേണ്ട ഒരു ഗതികളിലേക്ക് എത്തുന്നത്. ഒത്തിരി പേരുടെ സ്വപ്നവും പ്രതീക്ഷകളുമാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിഷമിച്ച് നിരാഹാര സമരവും മറ്റു പല രീതിയിലുള്ള സമരമാർഗങ്ങളും അവലംബിച്ചിട്ടും സർക്കാർ നമ്മളെ കാണാതെ പോകുന്നത് വളരെ വിഷമമേറിയ കാര്യമാണ്. കഴിഞ്ഞ ഭരണകാലത്താണെങ്കിലും അന്നത്തെ പ്രതിപക്ഷമൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും, അന്നത്തെ പ്രതിപക്ഷം ഇന്ന് ഭരണപക്ഷമായപ്പോഴേക്കും യാതൊരുവിധ സപ്പോർട്ടും ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. അതെ, നമ്മൾ വിചാരിക്കുന്ന അങ്ങനെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ 33 ദിവസമായിട്ട് ഇവിടെ സമരം ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഫലം കിട്ടിയേനെ. ഭാരിച്ച ചിലവാകുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള നിയമനം നൽകുന്നത് സർക്കാരിനൊരു ഭാരിച്ച ചിലവെന്നാണ് പറയുന്നത്. ആണെന്ന് തോന്നുന്നില്ല. വേറെ വൈകാരികമായുള്ള അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. ഇത്രയും നിലയിലേക്ക് ചെല്ലുമ്പോഴും ഇവരുടെ ഭാഗത്തുനിന്ന്, ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു സമീപനം ഉണ്ടാകാതെ വരുന്നതോടുകൂടി തന്നെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇത്രയും ദിവസങ്ങൾ പിന്നിടുകയാണ്. ഒരു യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വാഗ്ദാന ലംഘനങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ഈ സമരം തുടങ്ങിയിട്ട് ഇന്ന് നമ്മുടെ കേരള സമൂഹം ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമരം എത്തിയിട്ടുണ്ട്. ഒരുപാട് യുവജന സംഘടനകളും ആളുകളും ഞങ്ങളെ വന്ന് കാണുന്നുണ്ട്, ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നിട്ടും ഈ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം മാത്രം ഇവിടെ എത്തുന്നില്ല. ഒരു കത്തയച്ചു കൊടുത്തു എന്നതിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം തീരുന്നു എന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഒരു കത്തിലൂടെയല്ല ഞങ്ങളുമായിട്ട് അവർ സംവദിക്കേണ്ടിയിരിക്കുന്നത്. ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുക,
പരിഹരിക്കുക എന്നതാണ് അവരുടെ ധർമ്മം. നമ്മുടെ ഒരു ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഭരണത്തിൽ കയറിയവരാണ് അവർ. പക്ഷേ അവരുടെ ജനങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഈ സ്ത്രീകൾ ഉൾപ്പെടെ ഇന്ന് 10 പേര് ഞങ്ങളിവിടെ കൂട്ടനിരാഹാരത്തിലേക്ക് പോയിട്ടുണ്ട് ഇന്നലെ മുതൽ. അപ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാനും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പറ്റാതെ എന്തിനാണ് ഈ ഭരണാധികാരി എന്ന് പറഞ്ഞ് അവിടെ കയറിയിരിക്കുന്നത്? അങ്ങ് ഡൽഹിയിൽ പ്രശ്നങ്ങളും പ്രൊട്ടസ്റ്റും ഉണ്ടായപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ചെന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചവരാണ് ഇവർ നീറ്റ് വിഷയത്തിൽ. എന്നാൽ ഞങ്ങളെപ്പോലുള്ള ഞങ്ങളിവിടെ 33 ദിവസവും ഇവിടെ കിടന്നിട്ടും പ്രതിഷേധിച്ചിട്ടും നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ കാൽച്ചുവട്ടിലാണ് ഞങ്ങളുള്ളത്. അദ്ദേഹത്തിന് ഒന്ന് നടന്നു വരാവുന്ന ദൂരമുള്ളൂ. ഒരാളും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഇനിയുള്ള ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ബന്ധപ്പെട്ടവരും ഞങ്ങളുടെ സമരപ്പന്തലിലെത്തണം. ഞങ്ങളുടെ ടീച്ചർ 9 ദിവസം അനുഷ്ഠിച്ച ഈ ത്യാഗത്തിന് ഫലമുണ്ടാകാതെ പോകരുത്. ഇവിടെ എത്തി ഞങ്ങളുമായി ചർച്ചയ്ക്കും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നമ്മുടെ ഗവൺമെൻറ് തയ്യാറാവണം. ഗൗതം, അതായത് ഈ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് പരിവാരങ്ങളെല്ലാം ഡൽഹിയിലേക്ക് പോയവരാണ്. നീറ്റ് വിഷയത്തിൽ ഡൽഹിയിൽ പോയി അവിടെ പാർലമെൻറ്റിന് മുന്നിലേക്ക് ചെല്ലുകയും ഈ കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് സംവിധാനത്തിൻ്റെ അവരുടെ സമരമുഖത്തേക്ക് കയറുകയും അവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. അങ്ങനെ സംഘടിപ്പിച്ച ആ സർക്കാർ, ആ മുഖ്യമന്ത്രിയൊക്കെയാണ് ഇവിടെ നിന്നും ഡൽഹിയിലേക്ക് പോയത്. അവരുടെ ആ മുഖ്യമന്ത്രി താമസിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതിന് തൊട്ട് മുന്നിലാണ് ഒരു കൂട്ടം വനിതകൾ, ഒരു കൂട്ടം സ്ത്രീകൾ ഇങ്ങനെ കിടന്നും ഇരുന്നുമെല്ലാം നിരാഹാരമിരുന്ന് പ്രതിഷേധിക്കുന്നത്. 9 ദിവസമായി ഒരു യുവതി ഇത്തരത്തിൽ നിരാഹാര സമരത്തിലാണ്. അവരെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അതായത് സ്വന്തം നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ആവശ്യങ്ങൾക്ക് കണ്ണടച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലൊക്കെ പോയി ഏർപ്പെടുന്ന ഈ മുഖ്യമന്ത്രി ആയാലും ശരി, മറ്റ് മന്ത്രിമാരായാലും ശരി, തങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കരുത്, കണ്ണ് തുറക്കണമെന്നൊരു ആവശ്യമാണ് ഈ ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഗൗതം. ഓക്കെ പ്രശാന്ത്, എന്തായാലും വ്യക്തമാണ്. LPST ഉദ്യോഗാർത്ഥികളുടെ ശക്തമായ സമരം അത് 33-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഈ വിഷയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കുന്നു. കഴിഞ്ഞ ദിവസം കളക്ടറേറ്റുകളിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തിയിരുന്നു. ഡൽഹിയിൽ പാറ്റ സമരം വിജയിപ്പിക്കാൻ പോയ ആരും ഈ സമരത്തിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന വലിയ പ്രതിഷേധം ഇപ്പോൾ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ജനം TV ഈ വിഷയം തുടർച്ചയായി ഏറ്റെടുക്കുകയാണ്. എല്ലാ ദിവസവും സമരപ്പന്തലിലെ സാഹചര്യങ്ങളും സമരത്തിൻ്റെ സ്വഭാവവും എല്ലാം കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ചേർന്നു.